അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ രണ്ടാമത്തെ ഭാഗത്തിന്റെ 7ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. അൽ വഹ്ദത്തു സാബിയ, പാഠം 7. ഇലൽ ഖലാൽ. ഖലാ എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി ടോയ്ലറ്റിലേക്ക് പോകാറുണ്ട്. ഇസ്ലാമിൻ്റെ നിയമപ്രകാരം എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ അദബുകളും മര്യാദകളും അതേപോലെ തന്നെ അദ്കാറുകളെല്ലാം ചൊല്ലുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകുന്നത് മൂത്രമൊഴിച്ച് നല്ല വൃത്തിയിൽ കഴുകി ശുദ്ധീകരിച്ചുകൊണ്ട് തിരിച്ച് വരികയാണ് ചെയ്യുന്നത്. ഇതിലൊരു കുഞ്ഞു കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അന്നൊരിക്കല് റാഷിദ് എന്ന് പറയുന്നതായ ഒരു കുഞ്ഞു മോനുണ്ടായി. ആ റാഷിദ് മകൻ മദ്രസയിലേക്ക് പോവുകയാണ്. മദ്രസയിലേക്ക് പോയി നേരെ തിരിച്ച് വീട്ടിലേക്ക് വരികയും ഉമ്മയോട് നിങ്ങളെപ്പോലെ തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നുള്ളതായ സലാം പറഞ്ഞുകൊണ്ടാണ് റാഷിദ് മോൻ എന്ത് ചെയ്യുന്നത്? വീട്ടിലേക്ക് കയറുന്നത്. ഉമ്മ റാഷിദ് മോനോട് ചോദിച്ചു, എന്താണ് മോനെ ഇന്ന് മദ്രസയിൽ പഠിച്ചത്? അപ്പോഴാണ് ആ റാഷിദ് മോന്റെ നെറ്റിയിൽ മുത്തം നൽകിക്കൊണ്ടാണ് ഉമ്മ ചോദിക്കുന്നത്, നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ നെറ്റിയിലെ മുത്തം തരാറില്ലേ? തരുന്നുണ്ടല്ലോ, തരണം. തന്നില്ലെങ്കിൽ ഉമ്മയോട് ചോദിച്ച് നിങ്ങൾ വാങ്ങണം. ഉമ്മയോട് എന്നും നമ്മൾ സലാം പറയുന്നവരാകണം. മദ്രസയിലേക്ക് പോകുന്ന സമയത്തും മദ്രസയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്തും സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെയും നമ്മളുടെ ഉമ്മയോടും വാപ്പയോടും നമ്മൾ സലാം പറയണം. ഓക്കെ. അങ്ങനെ ഈ റാഷിദ് മോൻ മകനോട് ചോദിച്ച് എന്താണ് മദ്രസയിൽ പഠിച്ചത്? റാഷിദ് മോൻ പറഞ്ഞ്, ടോയ്ലറ്റ് മര്യാദകളാണ് ഉമ്മ പഠിച്ചത്, അത് ഞാൻ പറഞ്ഞു തരാമെന്ന് റാഷിദ് പറഞ്ഞു. അങ്ങനെ എന്താണ് റാഷിദ് മോൻ പറഞ്ഞത്? ടോയ്ലറ്റിലേക്ക് കടക്കുന്ന സമയത്ത് തലമറക്കണം, തലയിൽ തൊപ്പി വെക്കണം, പെൺകുട്ടികൾ മക്കന ധരിക്കണം, എന്നിട്ട് ചൊല്ലണം എന്ത്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ചൊല്ലണം. ഇന്ന് മുതൽ നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ ദിക്റാണ് പതിവാക്കേണ്ടത്. വീണ്ടും റാഷിദ് മോൻ പറയുകയാണ്, ഇടത് കാല് വെച്ചാണ് ടോയ്ലറ്റിലേക്ക് പോകേണ്ടത്, വലത് കാല് വെച്ചുകൊണ്ടാണ് പുറത്തേക്ക് വരേണ്ടത്. പുറത്ത് ഇറങ്ങിയതിന് ശേഷം ഒരു ദിക്റും കൂടി ചൊല്ലാനുണ്ട്. അതെന്താണ്? ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വആഫാനി. ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വആഫാനി എന്നും പറയണം. ഉമ്മ മാഷാ അല്ലാഹ്, മോൻ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട് എന്ന് മകനോട് സന്തോഷം അറിയിച്ചു. നമ്മൾ കഥകൾ കേട്ടില്ലേ? ഇനി ഇതിൻ്റെ പാഠം നല്ല വൃത്തിയിലായി നമ്മൾക്ക് ഓതിക്കൊണ്ടു പോകാം. അറബി മലയാളമാണ് നമ്മൾ വായിക്കണം. റാഷിദ് മോൻ മദ്രസ കഴിഞ്ഞു വീട്ടിലെത്തി. അവൻ ഉമ്മയോട് സലാം പറഞ്ഞ് അകത്തു കയറി. എന്താണ് മോനെ ഇന്ന് പഠിച്ചത്? അവൻ്റെ നെറ്റിയിൽ മുത്തം നൽകിക്കൊണ്ട് ഉമ്മ ചോദിച്ചു. ടോയ്ലറ്റ് മര്യാദകളാണ് ഉമ്മ, ഞാനത് പറഞ്ഞു തരാം, റാഷിദ് ആവേശത്തോടെ പറഞ്ഞു. അകത്ത് കയറും മുമ്പ് തലമറക്കണം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് ചൊല്ലണം. ഇടത് കാല് വെച്ച് പ്രവേശിക്കണം, വലത് കാല് വെച്ച് പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയ ശേഷം ഗുഫ്റാനക
അൽഹംദുലില്ലാഹില്ലദി അസ്ഹബ അന്നിൽ അദാ വആഫാനി എന്ന് പറയണം. ഉമ്മ മാഷാ അല്ലാ, മോൻ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്. അടുത്ത പേജ് നമ്മൾക്ക് നോക്കാം. നഖ്റ വനക്തുബ്, വായിക്കുകയും എഴുതുകയും ചെയ്യണം. ബിസ്മില്ലാഹി, അൽഹംദുലില്ലാ, മാഷാ അല്ലാ. റാഷിദ് മോൻ പഠിച്ചത്, വീട്ടിലെത്തി, സലാം പറഞ്ഞു, മര്യാദകൾ, ടോയ്ലറ്റ്. ഇത് നല്ല രീതിയിൽ ആവർത്തിച്ച് വായിക്കുകയും ഇതിൻ്റെ നേരെ താഴെ ഭാഗത്ത് നല്ല വൃത്തിയിലായി എഴുതുകയും ചെയ്യേണ്ടതാണ്. നംലഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ബിസ്മില്ലാഹി, നേരത്തെ നമ്മളെ കിതാബിൽ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, അത്ര ഇവിടെ എഴുതണം. ഗുഫ്റാനക, അൽഹംദുലില്ലാഹില്ലദി അസ്ഹബ അന്നിൽ അദാ വആഫാനി. ബാക്കി ഭാഗങ്ങൾ ഇവിടെ എഴുതേണ്ടതാണ്. നുജീബ്, ഉത്തരം പറയുക. 1. മലമൂത്ര വിസർജന സ്ഥലത്ത് പാലിക്കേണ്ട അദബുകൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട് നമ്മൾ? ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇടത് കാല് വെക്കണം, തലമറക്കണം, അതേപോലെ തന്നെ ദിക്ർ ചൊല്ലണം. ആ ദിക്ർ എന്താണെന്ന് നമ്മൾ എഴുതുകയും വേണം. ഇത് നമ്മൾക്ക് അസൈൻമെന്റ് പുസ്തകമുള്ളവർ അതിൽ എഴുതാവുന്നതാണ്. അതേപോലെ തന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് വലത് കാല് വെച്ചുകൊണ്ടാണ് പുറത്തിറങ്ങേണ്ടത്. ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദി അസ്ഹബ അന്നിൽ അദാ വആഫാനി എന്ന ദിക്ർ ചൊല്ലി ആണ് നമ്മൾ പുറത്ത് പോകുന്നത്. ഇങ്ങനെ ടോയ്ലറ്റിൻ്റെ മര്യാദകളെ കുറിച്ചിട്ടാണ് ഇതിൽ നമ്മൾ ആൻസറുകൾ എഴുതേണ്ടത്. കഴിയുന്ന വിദ്യാർത്ഥികളൊക്കെയും എഴുതാൻ വേണ്ടി പരിശ്രമിക്കുക. പ്രത്യേകമായിട്ടും ഈ പാഠത്തിൽ നമ്മൾക്ക് വളരെ പ്രധാനമായിട്ട് പഠിക്കാനുള്ളതാണ് 2 ദിക്റുകൾ ചൊല്ലുകയും നമ്മൾ വീട്ടിൽ പതിവാക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് പഠിക്കാൻ വേണ്ടി ദൈനംദിനമായി ഉമ്മയോ വാപ്പയോ മക്കളുടെ കൂടെ നിന്നുകൊണ്ട് ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.